നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളം നഗരസഭയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ CPM-ലെ സൗമ്യ അനിലിനെ നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. രാവിലെ കൌൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിലായിരുന്നു ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ കൌൺസിലിലെ ഉപാധ്യക്ഷയും CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവുമായ സൗമ്യ അനിലൻ കുന്നംകുളം നഗരസഭയെ നയിക്കും. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ സൗമ്യയ്ക്ക് 18 വോട്ടും UDF-ലെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി മിഷ സെബാസ്റ്റ്യന് 10 വോട്ടും BJP-യിലെ ഗീതാ ശശിക്ക് 7 വോട്ടും ലഭിച്ചു. 4 അംഗങ്ങളുള്ള RMP യോഗത്തിനെത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. CPM-ലെ സൗമ്യ അനിലിനെ കൌൺസിലിലെ മുതിർന്ന അംഗം പുഷ്പ ജോൺ നാമനിർദ്ദേശം ചെയ്യുകയും OG ബാജി പിന്താങ്ങുകയും ചെയ്തു. UDF-ലെ മിഷ സെബാസ്റ്റ്യനെ ലബീബ് ഹസൻ നാമനിർദ്ദേശം ചെയ്യുകയും സോണി ഷാജി പിന്താങ്ങുകയും ചെയ്തപ്പോൾ BJP-യിലെ ഗീതാ ശശിയെ രേഷ്മ സുനിൽ നാമനിർദ്ദേശം ചെയ്തു. അധിൻ മൂത്താട്ട പിന്താങ്ങി. കുന്നംകുളം നഗരസഭ 4-ാം വാർഡ് കിഴൂർ നോർത്തിൽ നിന്ന് 284 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സൗമ്യ ഇക്കുറി വിജയിച്ചത്. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ താര രാമാനുജൻ വരണാധികാരിയായി. CPM-ന്റെയും പോഷക സംഘടനകളുടെയും നഗരസഭാ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഹാരമണിയിച്ചും പൂച്ചെണ്ട് നൽകിയും പുതിയ ചെയർപേഴ്സണെ അനുമോദിച്ചു. തുടർന്ന് ചേർന്ന യോഗത്തിൽ കൌൺസിൽ അംഗങ്ങൾ നഗരസഭാധ്യക്ഷയ്ക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. കുന്നംകുളത്തിന്റെ വികസന തുടർച്ചയ്ക്കായി നഗരസഭ ദിശാബോധമാർന്ന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുമെന്ന് ചെയർപേഴ്സൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കുന്നംകുളത്തെ സംബന്ധിച്ച് ഒരു പുതിയ തുടക്കമെന്ന് പറയുന്നില്ല, ഇതൊരു തുടർച്ചയാണ്. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ തുടർച്ച എന്ന രീതിയിൽ അതിൻ്റെ ഒരു തുടർച്ച എന്ന രീതിയിലുള്ള ഇനിയുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഒരു കൂട്ടായ പരിശ്രമത്തോടെ ഒട്ടേറെ വികസനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതിനുവേണ്ടി എല്ലാവരുടെയും, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ കൗൺസിലർമാരും, അതേപോലെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളും, അതോടൊപ്പം എന്നെ ഇതിലേക്ക് എത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട സംഘടനയുണ്ട്, എല്ലാവരോടും എല്ലാ സുഹൃത്തുക്കളോടുമുള്ള വലിയൊരു സ്നേഹവും നന്ദിയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സണായി CPM-ലെ സുനിത അരവിന്ദനെ തെരഞ്ഞെടുത്തു. രാവിലെ 10-ന് നഗരസഭാ കൌൺസിൽ ഹാളിൽ ഓപ്പൺ ബാലറ്റിലൂടെയായിരുന്നു തെരഞ്ഞെടുപ്പ്. CPI-ലെ KK ജ്യോതിരാജാണ് പേര് നിർദ്ദേശിച്ചത്. CPM-ലെ ബിന്ദു അജിത് കുമാർ പിന്താങ്ങി. കോൺഗ്രസിലെ ബിന്ദു നാരായണനായിരുന്നു UDF സ്ഥാനാർത്ഥി. കോൺഗ്രസിലെ ബഷീർ പൂക്കോടാണ് നിർദ്ദേശിച്ചത്. മുസ്ലിം ലീഗിലെ റഷീദ് കുന്നിക്കൽ പിന്താങ്ങി. സുനിത അരവിന്ദന് 27 വോട്ടും ബിന്ദു നാരായണന് 17 വോട്ടും ലഭിച്ചു. കൂടുതൽ വോട്ട് നേടിയ സുനിത അരവിന്ദനെ ചെയർപേഴ്സണായി വരണാധികാരി N വിജയകുമാർ പ്രഖ്യാപിച്ചു. തുടർന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. 2 BJP കൗൺസിലർമാർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സ്വതന്ത്രയായി വിജയിച്ച ലിസി ബൈജു LDF സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. 40-ാം വാർഡായ കാരയൂരിനെയാണ് സുനിത പ്രതിനിധാനം ചെയ്യുന്നത്. 2015-ൽ ഇതേ വാർഡിൽ നിന്ന് കൗൺസിലറായിരുന്നു. CPM പൂക്കോട് ലോക്കൽ കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ M കൃഷ്ണദാസ്, TT ശിവദാസൻ, VS രേവതി തുടങ്ങിയവരും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും ബൊക്കെയും പൊന്നാടയും നൽകി ആശംസയറിയിച്ചു. AH അക്ബർ ചാവക്കാട് നഗരസഭാ ചെയർമാൻ. നഗരസഭയിലെ 16-ാം വാർഡ് അംഗം AH അക്ബറിനെ മുൻ ചെയർപേഴ്സണായിരുന്ന ഷീജ പ്രശാന്ത് നിർദ്ദേശിക്കുകയും സഫൂറ ബക്കർ പിന്താങ്ങുകയും ചെയ്തു. UDF-ൽ നിന്ന് ചെയർമാൻ സ്ഥാനത്തേക്ക് 32-ാം വാർഡ് അംഗം CA ഗോപപ്രതാപനെ ജോയ്സി ടീച്ചർ നിർദ്ദേശിച്ചു. മുഹമ്മദ് ആസിഫ് പിന്താങ്ങി. 21 വോട്ട് AH അക്ബറിനും 12 വോട്ട് CA ഗോപപ്രതാപനും ലഭിച്ചു. തുടർന്ന് AH അക്ബർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ അക്ബറിനെ ഹാരമണിയിച്ച് അഭിനന്ദിച്ചു. NK അക്ബർ MLA, മുൻ MLA PT കുഞ്ഞുമുഹമ്മദ്, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസ്, സതീരത്നം ടീച്ചർ, CA ഗോപപ്രതാപൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ്, ഫിറോസ് തൈപ്പറമ്പിൽ, K നവാസ്, ഷാഹുൽ ഹമീദ്, ഷീജ പ്രശാന്ത്, PK സൈതാലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വരണാധികാരി ഷീബ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്നതിൽ കടുത്ത ഭിന്നത. 4 തവണ വിജയിച്ച ഷാജി ആലിക്കലിനും 2 തവണ വിജയിച്ച ലബീബ് ഹസനും വേണ്ടിയാണ് പാർട്ടിക്കുള്ളിൽ ശക്തമായ ഭിന്നത രൂപപ്പെട്ടിട്ടുള്ളത്. പാർട്ടി നേതൃത്വത്തിലുള്ള ഉന്നതന്റെ പിന്തുണയോടെയാണ് ലബീബ് ഹസനെ പാർട്ടി ലീഡറായി അവരോധിക്കാൻ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുള്ളത്. 3 പേരുടെ പിന്തുണ മാത്രമാണ് ലബീബ് ഹസൻ ഉള്ളതെന്നാണ് പറയുന്നത്. ലബീബിനെ കൂടാതെ മിഷ സെബാസ്റ്റ്യൻ, സോണി ഷാജി എന്നിവരാണ് ലബീബിന് പിന്തുണയുമായി ഒപ്പമുള്ളത്. എന്നാൽ വിമതയായി മത്സരിച്ചതിന് കോൺഗ്രസ് പുറത്താക്കിയ KP മിനി ഉൾപ്പെടെ 7 പേരുടെ പിന്തുണ ഷാജിക്കുള്ളതായും പറയുന്നു.
അംഗങ്ങൾക്കിടയിൽ കൂടുതൽ പിന്തുണയുള്ള ഷാജിയെ വെട്ടി ലബീബിനെ പാർലമെന്ററി പാർട്ടി ലീഡറാക്കുന്നതിനുള്ള കരുനീക്കങ്ങൾ KPCC ഭാരവാഹിയുടെ ആശീർവാദത്തോടെ നടക്കുന്നതായാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം വ്യക്തമാക്കുന്നത്. KPCC സെക്രട്ടറിയുടെ പിന്തുണയോടെ ലബീബിനെ പാർലമെന്ററി പാർട്ടി ലീഡറായി അവരോധിച്ചാൽ വലിയ പൊട്ടിത്തെറിയാണ് കോൺഗ്രസിനുള്ളിൽ സംഭവിക്കാനിരിക്കുന്നത്. പാർട്ടിയിലെ ഉന്നത നേതൃത്വത്തിലുള്ളവരുമായുള്ള സൗഹൃദം ലബീബിന് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ. എന്നാൽ കുന്നംകുളത്തെ പാർട്ടി നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണയും തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാരിൽ മഹാഭൂരിപക്ഷത്തിന്റെയും പിന്തുണ ഷാജി ആലിക്കലിനാണ്. പാർട്ടിക്കുള്ളിലെ ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കാതെ ഏതാനും ചില നേതാക്കളുടെ താൽപര്യം സംരക്ഷിക്കാനുള്ള ശ്രമത്തിനെതിരെ കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം. ബിന്ദു ധർമ്മൻ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റാകും. പ്രാദേശിക CPM നേതൃത്വം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗീകരിച്ചു. കഴിഞ്ഞ ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്ന ബിന്ദു വില്ലന്നൂർ വാർഡിൽ നിന്നും തുടർച്ചയായി 2ാം തവണയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തോടെയാണ് ഇത്തവണ ബിന്ദുവിന്റെ വിജയം. 259 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വില്ലന്നൂരിലെ വോട്ടർമാർ ബിന്ദു ധർമ്മന് നൽകിയത്. CPMന്റെ കരുത്തുറ്റ കോട്ടയായ കടവല്ലൂരിൽ തുടർച്ചയായി 6ാം തവണയാണ് ഇടതുമുന്നണി അധികാരത്തിലെത്തുന്നത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് പ്രശസ്ത സിനിമാ സീരിയൽ താരം ദേവി ചന്ദനയും സംഘവും അവതരിപ്പിച്ച ദേവനന്ദനം നൃത്തവിരുന്ന് അരങ്ങേറി. രാവിലെ 8 മണി മുതൽ നൃത്തോത്സവം, തുടർന്ന് വൈകിട്ട് 5:30 മുതൽ എറണാകുളം പൂർണ്ണശ്രീ നൃത്തക്ഷേത്രയുടെ നേതൃത്വത്തിൽ നൃത്താർച്ചനയും ഉണ്ടായിരുന്നു. രാത്രി 7 മണിക്കാണ് ദേവനന്ദനം അരങ്ങേറിയത്. മണ്ഡലകാല സമാപന ദിവസമായ ശനിയാഴ്ച ഗുരുവായൂരപ്പന് കളഭാട്ടം നടക്കും. ഗുരുവായൂരപ്പന് ദിവസവും കളഭം ചാർത്താറുണ്ടെങ്കിലും കളഭാട്ടം നടത്തുന്നത് വർഷത്തിൽ മണ്ഡലകാല സമാപന ദിവസമാണ്. മണ്ഡലകാലത്ത് 40 ദിവസം പഞ്ചഗവ്യാഭിഷേകവും 41ാം ദിവസം കളഭാഭിഷേകവുമാണ്. ഉച്ചപൂജയ്ക്ക് മുമ്പ് തന്ത്രി ഗുരുവായൂരപ്പന് വിശേഷാൽ കളഭം അഭിഷേകം ചെയ്യും. കോഴിക്കോട് സാമൂദ്രിയുടെ വക വഴിപാടായാണ് വിശേഷാൽ കളഭാഭിഷേകം. ചന്ദനം, കശ്മീർ കുങ്കുമം, പനിനീർ തുടങ്ങിയവ പ്രത്യേക അളവിൽ ചേർത്ത് സുഗന്ധപൂരിതമായ കളഭക്കൂട്ട് തയ്യാറാക്കുന്നത് കീഴ്ശാന്തിമാരാണ്. പന്തീരടി പൂജ കഴിഞ്ഞ് കളഭപൂജ ചെയ്ത ശേഷമാകും കളഭക്കൂട്ട് ഗുരുവായൂരപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുക. കളഭത്തിൽ ആറാടി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ ഞായറാഴ്ച നിർമാല്യം വരെ ഭക്തർക്ക് ദർശിക്കാനാകും. കളഭാട്ട ദിവസം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വഴിപാടായി വിളക്കാഘോഷം നടക്കും. രാവിലെ 10-ന് പഞ്ചമദ്ദളക്കേളി, ഉച്ചകഴിഞ്ഞ് 3:30-ന് പഞ്ചവാദ്യത്തോടെ കാഴ്ചശീവേലി, രാത്രി ചുറ്റുവിളക്ക്, ഇടയ്ക്ക, നാഗസ്വരമേളം, പഞ്ചാരിമേളം എന്നിവയും ഉണ്ടാകും. കോട്ടപ്പടി വെസ്റ്റ് ഗേറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ നഗരസഭാ കൌൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത ക്ലബ് അംഗം ഷീന റാഫേലിനെ ആദരിച്ചു. ചടങ്ങിൽ ക്ലബ്ബ് തിരുനാൾ സപ്ലിമെന്റ് പ്രകാശനവും ക്രിസ്മസ് ആഘോഷങ്ങളും നടന്നു. വെസ്റ്റ് ഗേറ്റ് ക്ലബ് ഭാരവാഹികൾ പങ്കെടുത്തു. സംസ്ഥാന ഫോക്ലോർ അവാർഡ് ലഭിച്ച ഉടുക്കുപാട്ട് കലാകാരൻ പോർക്കുളം നോങ്ങല്ലൂർ മൂർത്താട്ടിൽ വാസുണ്ണി ഗുരുസ്വാമിയെ പോർക്കുളം സേവാഭാരതി ആദരിച്ചു. 60 വർഷത്തിലധികമായി അയ്യപ്പൻ വിളക്ക്, ഉടുക്കുപാട്ട്, ശാസ്താംപാട്ട് എന്നീ അനുഷ്ഠാന കലാരംഗത്ത് സജീവ സാന്നിധ്യമായ വാസുണ്ണി ഗുരുസ്വാമിയെ ആരതി ഒഴിഞ്ഞും തിലകം ചാർത്തിയുമാണ് ഉപഹാരം നൽകി സേവാഭാരതി ആദരിച്ചത്. സേവാഭാരതി സെക്രട്ടറി മണിക്കുട്ടൻ, വൈസ് പ്രസിഡന്റ് ശശികുമാർ, കൺവീനർമാരായ C. മഹേഷ്, MA സുധേഷ്, K. ഷിബിൻ, സുധാ ഹർഷൻ എന്നിവർ ചേർന്നാണ് സ്വാമിയെ ആദരിച്ചത്. ഗുരുവായൂർ ദേവസ്വം കീഴേടം കാവീട് കാർത്തിയേനി ദേവി ക്ഷേത്രത്തിൽ ക്ഷേത്ര സേവാ സമിതിയുടെയും കാവീട് ഗോശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഗോപൂജ നടത്തി. ഗോശാല കൃഷ്ണക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയോടും വാദ്യാഘോഷത്തോടും നാമജപത്തോടും കൂടി ക്ഷേത്ര പ്രദക്ഷിണം ചെയ്ത് ഗോശാലയിലെത്തി. അനൂപ് ശർമ്മയുടെ കാർമ്മികത്വത്തിൽ കൈപ്രമ്പ് രാധാശ്യാം മന്ദിർ സ്വാമികളുടെ ഭജനയോടെ ഗോപൂജയുണ്ടായി. സമിതി പ്രസിഡന്റ് ഹേമ ടീച്ചർ, സെക്രട്ടറി ഡോക്ടർ സുരേഷ് നായർ, ട്രഷറർ കരുണാകര പണിക്കർ എന്നിവർ നേതൃത്വം നൽകി. സമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു. എരുമപ്പെട്ടി ഒഡിയ ഫുൾഗോസിൽ ദേവാലയത്തിൽ ക്രിസ്മസ് വിരുന്ന് നടത്തി. പാസ്റ്റർ രാഹുൽ കുമാറിന്റെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ക്രിസ്തുമസ് സന്ദേശം, നൃത്തം, പാട്ട്, സ്നേഹവിരുന്ന് എന്നീ ആഘോഷങ്ങളുണ്ടായി. പാസ്റ്റർ രാഹുൽ കുമാർ സന്ദേശം നൽകി. നിരവധി പേർ പങ്കെടുത്തു.
ക്രിസ്തുമസ് മനുഷ്യകുലത്തിന് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ത്യാഗത്തിന്റെയും പങ്കിടലിന്റെയുമാണെന്നും അതിനാൽ തന്നെ ക്രിസ്തുവിന്റെ പിറവി ത്യാഗസ്മരണയുടെ പിറവിയാണെന്നും ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മിത്രാപ്പൊലീത്ത പറഞ്ഞു. കലശമല ആര്യലോകാശ്രമത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് മതസൗഹാർദ്ദ ആഘോഷ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആര്യമഹർഷി അധ്യക്ഷത വഹിച്ചു. സ്വാമി ദിവ്യാനന്ദ സരസ്വതി, ജോസഫ് ചാലിശ്ശേരി, കുന്നംകുളം നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ, പൊതുപ്രവർത്തകൻ എം.എ. കമറുദ്ദീൻ, ആര്യനാമിക എന്നിവർ സംസാരിച്ചു. രാഷ്ട്രപതി സ്വർണ്ണ മെഡൽ നേടിയ സെൻട്രൽ പോലീസ് ഓഫീസർ സഞ്ജയ്, CA ജേതാവ് കൃഷ്ണ എന്നിവരെ ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകി ചടങ്ങിൽ ആദരിച്ചു. കക്കാട് സെന്റ് ഗ്രിഗോറിയോസ് ഇടവക പള്ളിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കരോൾ ഗാന സംഘത്തിന്റെ ഗാനവിരുന്നും ഉണ്ടായി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,805 രൂപ, പവന് 1,02,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 240 രൂപ. ചരമം. കുന്നംകുളം അഞ്ഞൂർ റോഡിൽ റിട്ടയേർഡ് അധ്യാപകൻ പരേതനായ ചെറുവത്തൂർ ചേറുഭാര്യ മേരി നിര്യാതയായി. 83 വയസ്സായിരുന്നു. ചൊവ്വനൂർ മാർത്തോമ സ്കൂൾ റിട്ടയേർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തും. എൽദോ മകനാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.